പ്രിയമുള്ള പട്ടിണിക്കാട് പഞ്ചായത്ത് നിവാസികളെ, കഴിഞ്ഞ 5 വർഷമായി നമ്മൾ പട്ടിണിക്കാട് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, നനയ്ക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഞാൻ എന്താണ് ചെയ്തെന്ന് അറിയാമോ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കുളിച്ചിട്ടുമില്ല, തേച്ചിട്ടുമില്ല, നനച്ചിട്ടുമില്ല. കാര്യങ്ങള് പ്രിയമുള്ളവർ, ഈ അവസരത്തിലാണ് ഇവിടെ ഒരു കിണറ് വേണമെന്ന ആശയം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി ഒരു കിണറുവെട്ട് മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കിണറുവെട്ട് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ ചെയർപേഴ്സൺ മൈഥിലി ചേച്ചിയുടെ പറമ്പിലാണ്. വേറെ കാര്യമുണ്ട് കേട്ടോ, അവർക്ക് പ്രത്യേകം നന്ദി പറയണം. ആരും പറമ്പ് വിട്ടു തരാത്ത സമയത്ത് മൈഥിലി ചേച്ചി മാത്രമാണ് പറമ്പ് വിട്ടു തരാട്ട്. പ്രിയമുള്ളവർ, ഈ കിണറുവെട്ട് മത്സരത്തിൽ ആദ്യമായി ഇവിടെ എത്താനുള്ള ആരാണെന്ന് അറിയണ്ടേ? അമേരിക്കയുടെ പ്രശസ്തനായ കിണറുവെട്ടുകാരൻ വിൻസെന്റ് ഡിസൂസ പെരേര. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ കിണറുവെട്ട് മത്സരത്തിൽ എത്തുന്ന ആരാണെന്ന് അറിയണ്ടേ? ചൈനയുടെ പ്രശസ്തനായ കിണറുവെട്ടുകാരൻ, ചൈനയുടെ വൻമതിലിന്റെ വാഹനം പോലും എടുത്തിരിക്കുന്ന ചിയാങ് ചുങ് ഛാ. ഞാനമ്പെല്ലാം വലിച്ചു പൊട്ടിക്കരുത് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാൽ 2 പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ആരാണ് എത്താനുള്ളതെന്ന് അറിയണ്ടേ? നമ്മുടെ പട്ടിണിക്കാട് പഞ്ചായത്തിന്റെ രോമാഞ്ചം, നമ്മുടെ രോമാഞ്ച കച്ചുകമായ കിണറുവെട്ടുകാരൻ കുട്ടൻ പിള്ള ചേട്ടൻ. ആദ്യം കാരണം ആടാതെ ഒരു പ്രത്യേക കാര്യം പറയാണ്ടെങ്കിൽ അങ്ങോട്ട് വാ, വടക്കുന്നൊരു കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കാര്യം പോയി. പ്രിയമുള്ളവർ, നമ്മുടെ വിശിഷ്ടാതിഥികൾ 3 പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 10 മിനിറ്റാണ് അനുഭവിച്ചിരിക്കുന്നത്. ഈ 10 മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം കിണറുവെട്ടി വെള്ളം വരുത്തുന്നത് അവർക്കായിരിക്കും 1ാം സമ്മാനം. 1, 2, 3. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തുള്ളിക്കൊണ്ട് നമ്മുടെ കുട്ടൻ പിള്ളച്ചേട്ടൻ ഒറ്റവെട്ടിന് കറുവെട്ടി വെള്ളം വരുത്തിയിരിക്കുകയാണ്. കാണവില്ല നടക്കുന്നത് 2 എണ്ണം. മലയാളിയായിരുന്നു അല്ലേ? എരപ്പാളിയാ. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ നടക്കാനുള്ളത് ഒറ്റവെട്ടിന് അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തള്ളി കിണറുവെട്ടി വെള്ളം വരുത്തിയ കുട്ടൻപിള്ളച്ചേട്ടനുള്ള അനുമോദന ചടങ്ങാണ്. അതിനായി ആദ്യമായി വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിന് സർവ്വ തല്ലിപ്പൊളിക്കും കാരണമായ മൈക്ക് ദീനി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ MLA തഷ്കരാസൻ അവിടെ ഇരിക്കൂ, പ്ലീസ് അവിടെ ഇരിക്കൂ. പ്രിയമുള്ളവരെ, ഇനി നമ്മളെ അവർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്താനുള്ളത്. നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുകം, സ്വന്തം പറമ്പ് തന്നെ ഈ കിണറുവെട്ട് മത്സരത്തിന് വിട്ടുതന്ന നമ്മുടെ ചെയർപേഴ്സൺ കുമാരി മൈഥിലി ചേച്ചി. എന്റെ പൊന്നു മണം, ആ പാട് 4, 3, 7 അല്ലേ ഉള്ളൂ. അടിച്ച് പൊട്ടിക്കാനുള്ള സമയം ഉണ്ടാക്കരുത്. പ്രിയമുള്ളവർ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒറ്റവെട്ടിന് കിണറുവെട്ടി വെള്ളം വരുത്തി കുട്ടൻപിള്ളച്ചേട്ടൻ അനുമോദിക്കുന്നതിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൈക്ക് ദീനി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ MLA തഷ്കരാസൻ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. സാറേ, മൈക്ക് ദീനി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ കുറിച്ച് വേണമെങ്കിൽ 2 വാക്ക് പറയാതിരിക്കാൻ നിർഭാഗമില്ല. നിർത്താതെ 3 മണിക്കൂർ സംസാരിച്ച് ജനങ്ങളുടെ ഘോഷങ്ങൾ ഏറ്റുവാങ്ങി. പിന്നെ കൈ കൊണ്ടാണോ, കാലുകൊണ്ടാണോ, മടല് കൊണ്ടാണോ, തൊടല് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ 2 വാക്ക് മൈക്ക് വിഴുങ്ങരുത്. പ്രിയമുള്ളവരെ,
ഞാൻ വളരെ തിരക്കായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരണമെന്നും ഇത് വെള്ളം കുഴിച്ചോ കിണർ കുഴിച്ചോ എന്താണ് കിണർ വെട്ടി വെള്ളം വരുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഇതുപോലുള്ള നല്ല ചടങ്ങുകളിൽ സാക്ഷിയാകുക, ഭാഗവാക്കുക, വിറ്റ്നസ് ആകുക എന്നൊക്കെ പറയുന്നാൽ വളരെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും പരിശ്രമശാലികളാണെന്നും ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ്. വെറുതെ ഇരിപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയ പലരും നമ്മുടെ നാട്ടിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുട്ടമ്പിള്ള കാണിച്ചിരിക്കുന്നത് വലിയൊരു സാഹസ പ്രവർത്തനമാണ്. കുടുംബത്തിന് സ്വന്തം പെറ്റമ്മക്ക് ഉപകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിച്ചില്ലെങ്കിലും ഈ നാടിന് വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സേവന പ്രതിബദ്ധതയിൽ ഒരു ഭാഗമാക്കാൻ കുട്ടമ്പിളക്ക് കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് നാളുകൾ നമ്മൾ അമ്മ പ്രസവിച്ച് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പോയിട്ടിരിക്കുന്നുണ്ട്. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഠിനാധ്വാനികളെ ജനങ്ങൾ വെറുതെ ഇരിപ്പും വിശ്രമവും ഒരു ഹോബിയാക്കി മാറ്റിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പത്രത്താളുകളിലൂടെ കണ്ടൊരു കാര്യമാണ്. 61 വയസ്സുകാരൻ കേവലം 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിൽ ചേർക്കാൻ പോയ സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ കിണറുകൾ കുടിക്കാമായിരുന്നു. അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? 5 വയസ്സുള്ള ഒരു പിഞ്ചു ശിശു ബാലൻ ആണികൊണ്ട് സെപ്റ്റിക് ആയി. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ എന്നല്ല ഉഗാണ്ടയിൽ വരെ കിണർ കുഴിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുകയില്ല. അതേപോലെ ഒത്തിരി ആളുകളുണ്ട് മൈതിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്ത് എവിടെയെങ്കിലുമൊക്കെ കുഴിക്കുക. എന്നെ ഒരുപാട് കുഴിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ കുട്ടമ്പിളടക്കമുള്ള ഈ പരിശ്രമശാലികളെ കാണുമ്പോൾ ദൈവമേ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു, ഒരുപാട് കിണർ കുഴിക്കേണ്ടവരായിരുന്നു ഞാനെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നത്തേക്ക് വെക്കുന്നില്ല, ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ. വെറുതെ അവിടെ ഇവിടെ തിരിഞ്ഞു കിടന്ന് പണിക്ക് കിടന്ന് വെറുതെ കാശ് മേടിക്കാതെ കിണർ കുഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 1.5 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് സമയമില്ലാത്ത സ്ഥിതിക്ക് ഏതായാലും ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, അപസ്മാരം. പ്രിയമുള്ളവരെ, ഇനി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടമ്പിള്ള ചേട്ടൻ അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെയർപേഴ്സൺ സ്വന്തം പറമ്പ് തന്നെ കിണറുപെട്ട് മത്സരത്തിന് വിട്ടുതന്ന ചെയർപേഴ്സനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ തന്നെ വിടാറില്ല. അപ്പൊ തുടങ്ങട്ടെ. അഖിലാണ്ട നുണച്ചികൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ളൊരു സ്ഥാനവും നൽകി. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ. അയ്യോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പൊ തുടങ്ങട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെരവൻ കൊണ്ടോടി വാ ശാന്തേവാ, കാണുന്ന ജാതിക്കെല്ലാം സെറ്റ് സാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ. ടിവിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ. പിരിച്ചുള്ള കാശെല്ലാം മുക്കിട്ടു കറങ്ങുന്ന ചെമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേവാ. എനിക്ക് ഭയങ്കര നാണോ. എന്തൊരു ചിരിയാ എന്റെ പൊന്നുമാണം. ഈ തിളങ്ങുന്ന പാലിന്റെ രഹസ്യം എന്തെന്നാ? അയ്യോ, അതെന്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം. അയ്യോ, പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത്. അപ്പൊ തുടങ്ങട്ടെ. വേദിയിലിരിക്കുന്ന അനാശാസ്യ പ്രവർത്തകര്, ദുരിതാശ്വാസ പ്രവർത്തകര്, മറ്റ് അവശിഷ്ട പ്രതിനിധികളെ, മറ്റ് വിശിഷ്ട അതിഥികളെ, മലയാളത്തിൽ MA ആണ്. എല്ലാരും പറയാറുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടു. എല്ലാവരും ഇന്ന് നിഷ്കരണം തടയുകയുണ്ടായത്. അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ ശ്രീ കുട്ടമ്പിള്ള ചേട്ടനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഒട്ടും താമസിച്ചില്ല, ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ നാട്ടിൽ ഏറ്റവും വലിയ ശുഷ്കാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ കുട്ടമ്പിള്ള ചേട്ടനാണെന്ന്. പടത്തിന് അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി, വളരെ നയനമനോഹരമായി, വളരെ ഭംഗിയായി ഒറ്റവെട്ടിന് തന്നെ കിണർ കുഴിച്ച് ഈ നാടിന് ജലം സമ്മാനിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ചെയർപേഴ്സണലിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു, ആദരാഞ്ജലികളും. ഞാൻ പറഞ്ഞില്ലോട് അവിളമ്മയാണെന്ന്. ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട LMAക്കാണ്. പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാണ്, MLAക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. സമ്മതിച്ചു വന്നിരിക്കുന്നു. എന്താ ഡെയിലി 100 പ്രാവശ്യം നാക്ക് പഠിക്കുമല്ലോ. അതൊരു ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1 നാവാണ്. വളരെ ചെറുപ്രായം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത്
പുസ്തകങ്ങളൊക്കെ മാറത്തോടടുക്കി പിടിച്ചോണ്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. ഈ MLA എന്ത് ചെയ്തെന്ന് അറിയുമോ? എന്റെ പുറകെ പാത്തും പതുങ്ങി വന്നിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചൊരു പട്ടിയെ കല്ലെറിഞ്ഞോടിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ? മാഡം എന്താ ഇങ്ങനെ വെറുതെ പറഞ്ഞ് ആശിപ്പിക്കരുത്. എന്താ രോമമൊക്കെ എനിക്ക് മുരിങ്ങക്കോല് പോലെ നിൽക്കുന്നു. നല്ലയോ? അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ അധികം വലിച്ചിട്ടുന്നില്ല. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ക്ഷണിച്ചതാ കേട്ടോ, പേടിക്കണ്ട. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും കടന്നുപിട്ടിയപ്പോഴും നമ്മുടെ കുട്ടൻപിള്ളച്ചേട്ടൻ നോക്കി നിന്നില്ല. കുട്ടൻപിള്ളച്ചേട്ടൻ ചാടി എഴുന്നേറ്റു, വലതുകാൽ വലത്തേക്ക് വെച്ചു, ഇടതുകാൽ ഇടത്തേക്ക് വെച്ചു, സർവ്വദൈവങ്ങളെ മനസ്സിൽ പ്രായിക്കൊണ്ട് നെഞ്ചൊത്തൊരടി. ആവശ്യമില്ലാത്ത പോകരുത് പ്രിയമുള്ളവരെ. പിന്നീട് ഒന്നും ആലോചിച്ചില്ല, കുട്ടൻപിള്ളച്ചേട്ടൻ വീണ്ടും ചാടി എഴുന്നേറ്റു, ആ ഉണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി. അവിടെ നിന്നിരുന്ന സർവ്വ നാട്ടുകാരും കണ്ടു കുട്ടൻപിള്ളച്ചേട്ടനിലെ ആ പോരാളിയെ. ഞാനൊരിക്കലും വലിച്ചിരുന്നില്ല. ഇനി ഇവിടെ നടക്കാനുള്ളത് സമ്മാനാന ചടങ്ങാണ്. അതിനുവേണ്ടി ചെയർപേഴ്സണെ MLA ക്ഷണിച്ചു കൊള്ളുന്നു. വരൂ. പ്രിയമുള്ളവരെ, ഇനി വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ്. അത് ശരിയല്ലേ? അപ്പൊ ശരി, കുട്ടപ്പിള്ള ചേട്ടന് സമ്മാനം കൊടുക്കണല്ലേ? ഇങ്ങോട്ട് അടുത്ത് നിങ്ങോട്ട് നിന്നാട്ടെ. അതിരിക്കട്ടെ, എത്ര വെട്ടിനാണ് കുട്ടപ്പിള്ള ചേട്ടൻ കിണർ കുടിച്ച് വെള്ളം വരുത്തിയത്? എത്ര വെട്ടിന്? ഒറ്റ വെട്ടിനല്ലയോ? എന്തിനാ അടിച്ചെന്നാ? എടാ 10,000 മുടക്കി എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ വലിച്ചത് നിനക്കൊക്കെ പിക്കാസിന് വെട്ടിപ്പൊട്ടിക്കാനല്ല.